കണ്ണ് കെട്ടിയിട്ട് നമുക്ക് എല്ലാ പണികളും ചെയ്യാൻ പറ്റില്ല. പക്ഷേ എൻ്റെ പണിയിൽ ഞാൻ കണ്ണ് കെട്ടി ഒരാളെ മേക്ക് ഓവറാണ് ചെയ്തിരിക്കുന്നത്. അത് ഷാമ്പു വാഷ് ചെയ്ത്, ബ്ലോ ഡ്രൈ ചെയ്ത്, കട്ട് ചെയ്ത്, സ്റ്റൈൽ ചെയ്ത് എല്ലാം ചെയ്യുന്ന ബ്ലൈൻഡ് ഫോൾഡ് വിത്തൗട്ട് ഹെൽപ്പാണ്. ഇപ്പോൾ ഡയറക്ടേഴ്സിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ജോർജ് സാറാണ്. കഴിഞ്ഞ ഒരു 29 ഇയേഴ്സായിട്ട് ഞാനല്ലാതെ പുള്ളിയുടെ തലയിൽ വേറെ ആരും തൊട്ടിട്ടില്ല. പച്ചക്കുതിരയും തിളക്കം, ഇഷ്ടം, രസികനും, ചിന്താമണി, അങ്ങനെ ഈ മലയാളം മൂവിയിൽ ഒട്ടുമിക്ക ഹെയർ സ്റ്റൈലിനെയും പുറകിൽ നമ്മുടെ ചെറിയൊരു കൈയുണ്ട്. മുടിവെട്ട് കട എന്ന് പറഞ്ഞിരുന്നിടത്ത് നിന്ന് ബ്യൂട്ടി പാർലറിലേക്കും ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂണിലേക്കും ഹെയർ ആൻഡ് ബ്യൂട്ടി ക്ലിനിക്കിലേക്കും അവിടെ നിന്ന് മേക്ക് ഓവർ സ്റ്റുഡിയോയിലേക്കും ബ്യൂട്ടി ഇൻഡസ്ട്രി ആക്ച്വലി ഒരുപാട് ദൂരം പിന്നിട്ടു എന്ന് തന്നെ പറയണം. ഈ ദൂരം മുഴുവൻ ബ്യൂട്ടി ഇൻഡസ്ട്രിയുടെ കൂടെ തന്നെ പിന്നിട്ടിട്ടുള്ള അനുഭവിച്ചറിഞ്ഞ ഒരാളാണ് ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ്. അദ്ദേഹത്തിൻ്റെതായി നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ബ്രാൻഡും ഉണ്ട്. PVR ഒലി എന്ന ബ്രാൻഡിൻ്റെ, ദ ഫേമസ് ബ്രാൻഡിൻ്റെ ഓൾ ഇൻ ഓൾ സാരഥി പ്രവീൺ സർ, മൈ ബ്രാൻഡ് മൈ പ്രൈഡിലേക്ക് സ്വാഗതം. പറഞ്ഞ പോലെ നമ്മൾ മുടിവെട്ടുകട എന്ന് പണ്ട് പറയുന്നിടത്തുനിന്ന് ഇന്നിപ്പോൾ മേക്ക് ഓവർ സ്റ്റുഡിയോ എന്നാണ് നമ്മൾ പറയുക. അതായത് ഒരാളെ കംപ്ലീറ്റ്ലി മാറ്റാനുള്ളൊരു എന്താ പറയുക, ഒരു കേപ്പബിലിറ്റി ഉള്ളൊരു സംഭവമാണ് ബ്യൂട്ടി ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അപ്പോൾ ഈ 30 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, ഇതിനൊന്ന് ചുരുക്കി, വളരെ ചുരുക്കി സാറിൻ്റെ ഒരു ജേണി പറഞ്ഞാൽ എങ്ങനെയാണ് പറയാം? ജേണി പറയാന്ന് പറയുമ്പോൾ നമ്മൾ പണ്ട് കാലങ്ങളിൽ നമ്മൾ കണ്ടിരുന്നതല്ല. സിനിമകളാണെങ്കിലും എല്ലാം നമ്മൾ അദൃശ്യമായിരുന്നു. കഥാപാത്രങ്ങൾ ചെയ്യുന്ന എല്ലാ നടന്മാരെയും നമ്മൾ ഷൂട്ടിംഗ് ലൊക്കേഷനിലൊക്കെയാണ് കണ്ടുകൊണ്ടിരുന്നത്. അതേപോലെ തന്നെ നമുക്ക് നമ്മളെ തന്നെ കാണാനുള്ളൊരു ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള മിറർ മാത്രമാണ്. അപ്പോൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി മിറർ നോക്കി ഇറങ്ങിയാൽ പിന്നെ വൈകുന്നേരം ഓഫീസിൽ പോകുമ്പോൾ മിറർ ഉണ്ടാവണമെന്നൊന്നുമില്ല. അപ്പോൾ അന്ന് നമ്മൾ തന്നെ കാണുന്നത് പിന്നെ വൈകുന്നേരം വീട്ടിൽ വരുമ്പോൾ ക്ഷീണിച്ച് അവസ്ഥയാണ്. ഓക്കെ, ഇന്ന് അത് കാലഘട്ടം മാറിയപ്പോൾ ഈ സെൽഫി എന്ന് പറയുന്ന സാധനവും ഇതുപോലെ തന്നെ നമ്മൾ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും അവിടെ നമ്മളെ തന്നെ മൊബൈലിൽ നോക്കുമ്പോൾ നമുക്ക് കുറച്ച് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നരച്ച മുടിയുണ്ടോ അതുണ്ടോ, അത് നമ്മളൊരു എവിടെയെങ്കിലും നമ്മുടെ സ്റ്റാറ്റസ് ഇടുകയെന്ന് ചെയ്യുന്ന സമയത്ത് അത് ഓട്ടോമാറ്റിക്കായിട്ട് കമൻസ് വരും ഫ്രണ്ട്സിൻ്റെ സർക്കിളിൽ നിന്ന്. എടാ നിനക്കൊന്ന് കുറച്ച് ഡൈ അടിച്ചിട്ട് പോയാൽ പോലെ, നിനക്കത് പുരുകി ഇങ്ങനെ ആക്കിക്കൂടെ, ഇങ്ങനെ പല കമൻസ്, നിനക്ക് മുടി നേരവണ്ണം ചെയ്യുക വെച്ചൂടെ. ഈ പറയുന്ന ഇൻഡസ്ട്രി ഇങ്ങനെ ആയി മാറിയത് വളരെയധികം ഞങ്ങളുടെയൊക്കെ കുറേ കഷ്ടപ്പാടുകളുണ്ട്. അത് കുറേ സിനിമ തന്നെയാണ്. അപ്പോൾ സിനിമയിലൂടെ പല വേഷപ്പകർച്ചകൾ ചെയ്യുമ്പോൾ പല വേഷങ്ങൾക്കും ഹെയർ സ്റ്റൈലിലൂടെ പല മാറ്റങ്ങളും വരുത്താൻ എനിക്ക് കഴിഞ്ഞ 10-30 വർഷമായിട്ട് പറ്റിയിട്ടുണ്ട്. ആ ഒരു ഹിസ്റ്ററിയിൽ കൂടെയാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ വന്ന സമയത്ത് ഈ ഒരു ഇൻഡസ്ട്രിയുടെ ഇന്നത്തെ നിൽപ്പെന്ന് പറഞ്ഞാൽ, എന്ന് ഞാൻ എന്നെ കണ്ണാടിയിൽ നിന്ന് മാറി എന്നെ ഞാൻ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നു, അത് എന്നും എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നിടത്തോളം ഈ ഇൻഡസ്ട്രി വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇത് എല്ലാവരിലേക്കും, സാധാരണക്കാരിലേക്കും, എല്ലാ സെലിബ്രിറ്റി എല്ലാവരിലേക്കും എത്തിക്കഴിഞ്ഞു. ഇന്ന് കാരണം നമ്മൾ മൊബൈലിൽ നമ്മളെ നോക്കുമ്പോൾ, നമ്മൾ ഇൻസ്റ്റയിൽ നമ്മൾ ഒരു റീൽ പോസ്റ്റ് ചെയ്യുന്നു, ഫേസ്ബുക്കിൽ ഇടുന്നു, ഓരോരുത്തരും നമ്മൾ വീഡിയോസും പോസ്റ്റും ഇടുമ്പോൾ ഡെയിലി ഡേ ബൈ ഡേ നമ്മളിത് പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോ ദിവസവും നമ്മൾ ഫ്രഷ് ആയിട്ടിരിക്കണം. നമ്മുടെ ഡ്രസ്സ്, വസ്ത്രധാരണം പോലെ മുടിയും സ്റ്റൈൽസും എല്ലാം അപ്ഡേറ്റഡ് ആയിരിക്കണം എന്നാണ് ഇപ്പോഴത്തെ. ആ പഴയ കാലഘട്ടത്തിൽ നിന്ന് ഈ ചിന്തയിലേക്ക് ഇന്ന് ഈ ഇൻഡസ്ട്രി വളർന്നു കഴിഞ്ഞിരിക്കുന്നു. അതെ, അങ്ങനെ ഒരു വലിയ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. അതിന്റെ കൂട്ടത്തിൽ PVR ഒലി എന്ന് പറയുന്ന ബ്രാൻഡിനും ഒരു ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. സാറിന് ഒരു 30+ ഇയേഴ്സ് എക്സ്പീരിയൻസ് ആണെങ്കിൽ PVR ഒലിക്ക് ഉള്ളത് 22+ ഇയേഴ്സ് ആണ്, അല്ലെ? അത്രയും ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ആണ്. നമ്മൾ ആ ബ്രാൻഡിലേക്ക് കടക്കുന്നതിന് മുമ്പ്, അതിനെ കുറിച്ച് കൂടുതൽ പറയുന്നതിന് മുമ്പ്, സർ യു ആർ എ വേൾഡ് റെക്കോർഡ് ഹോൾഡർ, അല്ലെ? ആ റെക്കോർഡിനെ കുറിച്ച് പറയും. വേൾഡ് റെക്കോർഡ് ഹോൾഡർ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ സിനിമയിലേക്കാണ് സ്റ്റൈൽസ് ചെയ്തു പല സ്റ്റൈലുകൾ. നമ്മൾ പഴയ കാല താരങ്ങളുടെ ഹെയർ സ്റ്റൈലിസ്റ്റ് ആരാണെന്നോ മേക്കപ്പ് മാൻ ആരാണെന്നോ ഇന്ന് ആർക്കും അറിയത്തില്ല. ഇന്ന് പ്രസന്റ്ലി ആര് നിൽക്കുന്നോ അവരെല്ലാവരും അറിയാം. പിന്നെ ഇന്ന് പ്രസന്റ്ലി നിൽക്കുന്നവർ നാളെ അറിയപ്പെടുകയും ചെയ്യും. കാരണം എന്താ വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ അവർ ഇന്നെല്ലാം ഉള്ളത് കൊണ്ടാണ്. അന്ന് സോഷ്യൽ മീഡിയ ഇല്ലാത്തതുകൊണ്ടും ഇങ്ങനെ സെൽഫ് ഒന്നും ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ ഒരു പടത്തിൽ ടൈറ്റിലിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. അതേപോലെ തന്നെ വീണ്ടും വേറൊരു ടൈറ്റിലേക്ക് ഞാൻ ഇല്ലാതാവുകയും എൻ്റെ കാലം സമയമ്പോൾ എനിക്കൊരു റെക്കോർഡ് ഉണ്ടാവണം. ആ റെക്കോർഡ് എല്ലാവരും അറിയപ്പെടണമെങ്കിൽ ഞാനൊരു സിനിമയ്ക്ക് വേണ്ടി ചെയ്തതോ അല്ലെങ്കിൽ ഞാനൊരു ഇൻഡിവിജ്വൽ വ്യക്തിക്ക് ചെയ്തതോ ആയിരിക്കരുത്. ആ റെക്കോർഡ് എൻ്റെ സ്വന്തമായിരിക്കണം. പ്രവീൺ വി എന്ന പേരിലായിരിക്കണം റെക്കോർഡ് ഉണ്ടാവുക. സോ അത് കരസ്ഥമാക്കാൻ വേണ്ടി ഞാൻ ചെയ്ത എൻ്റെ വർക്ക്, അതിലാണ് ഞാൻ അത് കരസ്ഥമാക്കിയത്. കാരണം കണ്ണ് കെട്ടിയിട്ട് നമുക്ക് എല്ലാ പണികളും ചെയ്യാൻ പറ്റില്ല. പക്ഷേ എൻ്റെ പണിയിൽ ഞാൻ കണ്ണ് കെട്ടി ഒരാളെ മേക്ക് ഓവറാണ് ചെയ്തിരിക്കുന്നത്. അത് ഷാമ്പു വാഷ് ചെയ്ത്, ബ്ലോ ഡ്രൈ ചെയ്ത്, കട്ട് ചെയ്ത്, സ്റ്റൈൽ ചെയ്ത് എല്ലാം ചെയ്യുന്ന ബ്ലൈൻഡ് ഫോൾഡ് വിത്തൗട്ട് ഹെൽപ്പാണ്. അപ്പോൾ ടോട്ടലി ഇനീഷ്യൽ ഒരാളെ കൺസൾട്ട് ചെയ്ത ശേഷം കണ്ണ് കെട്ടുകയും പൂർണ്ണമായിട്ട് അവരൊരു മേക്ക് ഓവർ ചെയ്ത്
കണ്ണ് തുറന്ന് മേക്ക് ഓവർ ചെയ്യുന്നത് ഇത്ര മിനിറ്റ് ആണെങ്കിൽ ഞാനൊരു 28 മിനിറ്റിൽ അത് കണ്ണ് കെട്ടിയിട്ട് ഫിനിഷ് ചെയ്തു, ഇൻക്ലൂഡ് വാഷും ബ്ലോഡറി എല്ലാം കൂടെ. അതാണ് ആ വേൾഡ് റെക്കോർഡ്. ഇന്ന് ഇപ്പോൾ ഈ ഫെബ്രുവരിയിൽ 5 വർഷമായെങ്കിലും ഈ 5 വർഷത്തിൽ ഇത് ബ്രേക്ക് ചെയ്യപ്പെടാതെ കിടക്കുന്ന ഒരു റെക്കോർഡും കൂടെയാണ്. അതൊരു ചില്ലറ ധൈര്യമില്ല കേട്ടോ, പ്രത്യേകിച്ച് ഈ കത്രിക എടുത്തിട്ട് കത്രികയിട്ട് വെട്ടണം, വെള്ളം ഉപയോഗിക്കണം, ഹെയർ ബ്ലോഡറി ചെയ്യണം. ബാക്കിയൊക്കെ കമ്പാരിറ്റീവ്ലി ലെസ് റിസ്ക് ആണല്ലോ, പക്ഷെ മുടി അത് വേണം. ചിലപ്പോൾ വെട്ടാൻ പിന്നെ മുടി വെട്ടുമ്പോൾ സമയത്ത് എൻ്റെ കൈ മുറിയാം, അതെ, അവരെ ചെവിയിൽ വല്ലതും കയറി മുറിയാം. അങ്ങനെ പല റിസ്ക് ഉണ്ട് അതിൻ്റെ അകത്ത്. ആ ഒരു ഇരുന്ന് തന്ന ആ കൊച്ചിന് എന്നെ അതിന് മുമ്പ് എന്നെ അറിയാവുന്ന ഒരാൾക്ക് അതിന് ധൈര്യം ഉണ്ടായിരുന്നു ഇരുന്നേരെ. അത് സത്യം. അത് ആ ഇരുന്ന് തന്നത് ആരായിരുന്നു? അത് ഗോപിക എന്നുകൊണ്ടൊരു കൊച്ച്, അത് ഒത്തിരി പേരുണ്ടായിരുന്നു കേട്ടോ, ഒത്തിരി പേര് റെഡി ആയിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും ഒരു നീളം കൂടിയതും കുറച്ച് ഡ്രൈ ഹെയർ ആയിട്ടുള്ളതാണ്. കാരണം അതിലൊരു മേക്ക് ഓവർ ചെയ്ത് നമ്മൾ ബിഫോർ ആഫ്റ്റർ കാണിക്കണമല്ലോ. അപ്പൊ അങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈലാണ് ചൂസ് ചെയ്തത്. അപ്പൊ ആളുകൾ ഒത്തിരി നമുക്ക് വേണ്ടിയിട്ട് വന്നിരുന്നു. അവരെല്ലാവരും നമുക്ക് ചെയ്യാൻ, അവർക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു ചെയ്യാൻ. പക്ഷെ ഒരാളെ നമുക്ക് ചൂസ് ചെയ്യുമ്പോൾ എനിക്ക്, അതായത് ഒരാൾ കണ്ടാൽ റിസ്ക് ഉള്ള പണിയാണല്ലോ നമ്മൾ ചെയ്യേണ്ടത്. അല്ല ഈസി ആയിട്ടുള്ള ഒരു സാധനം ചെയ്തിട്ട് ഞാൻ ചെയ്തു എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ റിസ്ക് ഉള്ള ഒരു പണിയാണ് ഞാൻ ഏറ്റെടുത്ത് അതിൽ ചെയ്തത്. അതും ഒരാളിഞ്ഞ് ബ്രേക്ക് ചെയ്യണമെങ്കിൽ ഇത്രയും കാര്യം ചെയ്യണം, അതും കണ്ടിട്ട് ചെയ്യണം. പിന്നെ അവർക്ക് ഇതിൻ്റെ അകത്ത് വേറൊരു കാര്യം എന്ന് വെച്ചാൽ, എനിക്ക് ചെയ്യുമ്പോൾ ഇത് ഫസ്റ്റ് റെക്കോർഡ് ആയതുകൊണ്ട് ഫസ്റ്റ് ആൻഡ് ഓൺലി ഇപ്പോഴാണ് ഫസ്റ്റ് ആൻഡ് ഓൺലി ആയിട്ട് നിൽക്കുന്നത്. നാളെ ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന് എനിക്കറിയില്ല. ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് വേറെ തിങ്കൊന്നുമില്ല. ഇനി ഒരാൾ ചെയ്യുമ്പോൾ 28 മിനിറ്റ് ഇത് ഫിനിഷ് ചെയ്യണമെന്നുള്ള തിങ്ക് അയാളുടെ മനസ്സിൽ വരും. വാച്ച് നോക്കാൻ പറ്റില്ല, സമയം നോക്കാൻ പറ്റില്ല. അപ്പൊ ഇത്രയും കാര്യം, അപ്പൊ അവരുടെ മനസ്സിൽ ആ 28 മിനിറ്റ് ഭയങ്കര ഒരു സ്ട്രെയിൻ ആയിട്ട് വരും. എനിക്ക് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റും, അവർക്ക് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റില്ല. അതും ഒരു റിസ്ക് ഉണ്ട്. അങ്ങനെയും കൂടെ ഒരു അഡീഷണൽ റിസ്ക് ഉണ്ട്. അല്ലെ, ഇനി ചെയ്യാനിരിക്കുന്നവരോട് പറഞ്ഞു കൊടുത്താണ്. അപ്പൊ സാറിന്റെ ഒരു റെക്കോർഡ് ഉള്ള പോലെ PVR ഒലി എന്ന ബ്രാൻഡിന് ഒരുപാട് ഫസ്റ്റ് ഓഫ് ഇറ്റ്സ് കൈൻഡ് എന്ന് പറഞ്ഞ ഒരുപാട് റെക്കോർഡുകൾ ഉണ്ട് അല്ലെ. ഏറെക്കുറെ PVR ഒലിക്ക് സ്വന്തമായിട്ടുള്ള ഒരുപാട്, എന്താ പറയാ, ഒരുപാട് ടാഗുകളുണ്ട്. അതെന്തൊക്കെയാണ്? PVR ഒലി എന്ന് പറഞ്ഞ ടാഗ് എന്ന് പറയുന്നത് വേൾഡ് ഫസ്റ്റ് മെഡിസിൻസിലാണ് നമ്മളിത് വരുന്നത്. കാരണം വേറെ ആരും അപ്രൂവൽ എടുക്കാത്ത ആയുർവേദ മെഡിസിനാണ് നമ്മുടെ എല്ലാ ആയുർവേദ പ്രൊഡക്ട്സും. അത് കോമൺ ആയിട്ട് വരുന്ന 1-2 പ്രോഡക്റ്റുകൾ ഒഴിച്ചാൽ ബാക്കിയെല്ലാം നമ്മൾ ഉണ്ടാക്കിയതാണ്. ഇപ്പോൾ ഒരു ഹെയർ പ്രൊട്ടക്ടർ, ഹെയർ ഡ്രൈനസ് ട്രീറ്റിംഗ് മെഡിസിൻ, 3-in-1 ഹെർബൽ വാഷ്, ഹെയർ ആൻഡ് ഫേസ് ബോഡി വാഷ്, അതിലേക്ക് നമ്മളൊരു മെഡിസിൻ വാഷ്, ആയുർവേദ വാഷ്. അപ്പോൾ ഹെഡും ഫേസും ബോഡിയും കുളിക്കാം. കുങ്കുമപ്പൂവ് ഇട്ടിട്ടൊരു ക്രീം ഉണ്ടാക്കിയപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ബെറ്റർ ആക്കണമെങ്കിൽ അതിനകത്ത് സ്വർണ്ണഭസ്മ അടിക്കണം. അപ്പോൾ സ്വർണ്ണഭസ്മ സാഫ്രോൺ ക്രീം, അങ്ങനെ ഓരോ തങ്കഭസ്മ ക്രീം. അപ്പോൾ അങ്ങനെ, അപ്പോൾ അതിൽ എല്ലാവരും പറഞ്ഞു വെച്ചാൽ ഈ തങ്കഭസ്മ കുറിയിട്ട തമ്പുരാട്ടി എന്ന് പറഞ്ഞ പാട്ട് കേൾക്കുമ്പോൾ തൊട്ട് ഞാൻ ആലോചിക്കും തങ്കഭസ്മത്തിന് പ്രാധാന്യം ഉണ്ടല്ലോ. അപ്പോൾ തങ്കഭസ്മ വെച്ചൊരു ക്രീം ഉണ്ടാക്കി ആ തങ്കഭസ്മ കുറി എല്ലാവരും ഇടുന്നില്ല, അതിന്റെ വില കൂടുതലാണ്. ഉണ്ട്. അതാ പറഞ്ഞു, ഈ ചോദ്യം വരുന്നുണ്ടോ മനസ്സിലായോ? അപ്പൊ തങ്കഭസ്മ കുറിയിട്ടെന്ന് പറഞ്ഞാൽ തങ്കഭസ്മം ഉള്ളതുകൊണ്ടാണ് വന്നിരിക്കുന്നതെങ്കിലും അങ്ങനെ ഒരു, അപ്പോൾ ഡെയിലി തങ്കഭസ്മം ഇടാൻ പറ്റില്ല. പിന്നെ തങ്കഭസ്മ ഒരു ക്രീം ഓത്തിട്ടോട്ടെ. അപ്പൊ നിങ്ങൾ ഇതിട്ട് ഇറങ്ങുമ്പോൾ തങ്കഭസ്മം ഇട്ടിട്ടാണ് നിങ്ങൾ പുറത്തു പോണത്, അത് ചെറിയ കാര്യമല്ല. അപ്പൊ സ്വർണ്ണം നിങ്ങൾ ഇടുന്നു, ഓക്കെ, പക്ഷെ സ്വർണ്ണം മുഖത്തിടുകയാണ് അതിന്റെ ഭസ്മം. അപ്പൊ അതിന്റെ ആ റിച്ച്നെസ് മനസ്സിലായോ എവിടെയാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ അങ്ങനെ നല്ലൊരു സാധനമായിരിക്കും നമ്മൾ കൊടുക്കണം. വെറുതെ ഒരു സാധനം കൊടുക്കാൻ എല്ലാവർക്കും പറ്റും. അപ്പോൾ ആയുർവേദ സിദ്ധ യുനാനി ഡ്രഗ്സിൽ ഇങ്ങനെ ഒരു മെഡിസിൻസിൻ്റെ സമ്മതികൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മളത് റിസർച്ച് ചെയ്ത് കണ്ടെത്തിയതാണ് എല്ലാം. അങ്ങനെ ഒരു യൂണിക്കായിട്ട് ഒരു 30ഓളം പ്രൊഡക്ട്സ് നമുക്ക് ഇന്നുണ്ട്. അപ്പോൾ അതിൽ തന്നെ ഈ ആയുർവേദ മെഡിസിൻസ് പോരാതെ നമുക്ക് കോസ്മെറ്റിക്സിൽ അതിൽ ഷാമ്പൂ, ടോണർ കാര്യങ്ങൾ, അപ്പോൾ അതിന് കോസ്മെറ്റിക് ലൈസൻസ് എടുത്തു. അങ്ങനെ ആദ്യത്തെ ഒരു 22 ഇയറിൽ ആദ്യത്തെ 3-4 വർഷം ഇതിൻ്റെ പ്രയത്നങ്ങളായിരുന്നു. എങ്ങനെയാണ് 2008 ആയുർവേദ മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്യും, 2009 കോസ്മെറ്റിക് ഡ്രഗ്സ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. ഇതെല്ലാം ചെയ്യുന്ന സമയത്ത് ക്ലീനിങ് ഏജൻസിയുടെ സോപ്പാണ്, അപ്പോൾ ആയുർവേദ സോപ്പ്. അങ്ങനെ 3ഓളം ആയുർവേദ കഷായ ഓയിൽ വെച്ചിട്ട് ഉണ്ടാക്കിയ സോപ്പുകളാണ്. കഷായ ഓയിൽ വെച്ച് സോപ്പ് ഉണ്ടാക്കുന്നത് കുറവാണ്, അതിന് ഇല്ല, കുറവാണ്. അപ്പോൾ ISM ഒരു സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ഉള്ള ഒരു സോപ്പ് ആയിട്ടാണ് നമ്മൾ ടെസ്റ്റിൽ നമുക്ക് മനസ്സിലായി. പക്ഷേ നമുക്കത് ഉപയോഗിക്കാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ ഓരോ പ്രൊഡക്റ്റിനും അതിന് ഇൻഡിവിജ്വലായിട്ട് വളരാനുള്ള സ്പേസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഓരോ പ്രൊഡക്റ്റും അവൻ സ്വയം വളരുകയാണ്. PVR ഒലി പ്രൊട്ടക്റ്റ് വളരുന്നു, ഷാമ്പു വളരുന്നു, തങ്കഭസ്മ, ഷാഫ്രോൺ, മോയ്സ്ചറൈസർ, ഓരോ സാധനവും അവൻ്റെ ക്വാളിറ്റി കൊണ്ട്, ഞാൻ അവന് കൊടുത്തിരിക്കുന്ന ക്വാളിറ്റി കൊണ്ട് അവൻ ഇൻഡിവിജ്വലായിട്ടാണ് വളരുന്നത്. ആ ഇൻഡിവിജ്വലായിട്ട് വളരാൻ സഹായിക്കുന്ന അതിൻ്റെ റിസൾട്ടും അത് ഉപയോഗിക്കുന്ന കസ്റ്റമേഴ്സിൻ്റെ സാറ്റിസ്ഫാക്ഷനുമാണ്. മനസ്സിലായി. ഇപ്പൊ ഈ PVR നമ്മള് PVR ഒലി തുടങ്ങുന്നതിന് മുന്നേ സാറ് സ്വന്തമായിട്ട് വർക്ക് ചെയ്യാണല്ലോ, ഇൻഡിവിജ്വലായിട്ട് വേറെ ആളുകളുടെ കീഴിൽ വർക്ക് ചെയ്യായിരുന്നു. ഒരു ബ്രാൻഡ് തുടങ്ങണമെങ്കിൽ പറഞ്ഞതുപോലെ ചില്ലറ കാര്യമില്ലല്ലോ, അത് തുടങ്ങാനുള്ള ഒരു മോട്ടിവേഷൻ എന്തായിരുന്നു? ഞാൻ ഇത് സ്വന്തമായിട്ട് ചെയ്യാണെന്ന് തീരുമാനിച്ചു. സ്വന്തമായിട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ വർക്ക് ചെയ്തിരുന്ന സ്ഥലത്ത് എനിക്ക് നല്ല സപ്പോർട്ടായിരുന്നു. എനിക്ക് എല്ലാ സപ്പോർട്ടുകളും എൻ്റെ ബോസ് തന്നിട്ടുണ്ട്. ബോസ് ഇതില്ല, മരിച്ചുപോയി, ഓക്കെ. പക്ഷേ എനിക്ക് നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ സപ്പോർട്ട് ഉണ്ടെങ്കിലും എനിക്ക് ഞാനാവണമെങ്കിൽ എനിക്ക് സ്വന്തമായിട്ട് ബിസിനസ് വേണം. എനിക്ക് ആ ബോസിനെ വിട്ടിട്ട് പോകണമെന്ന് എനിക്ക് ഒട്ടും ആഗ്രഹമില്ലായിരുന്നു കേട്ടോ. ഇപ്പോഴും ഞാൻ പറയുന്നത് അങ്ങനെ തന്നെ പറയുള്ളൂ.
എനിക്ക് പക്ഷേ എനിക്ക് സ്വന്തം ബ്രാൻഡ് അല്ലെങ്കിൽ എനിക്ക് സ്വന്തമായിട്ട് ചെയ്യണം എന്നുള്ള അതാ ഏതൊരാളുടെ ആഗ്രഹമാണ്. നാളെ എൻ്റെ മോൻ്റെ അടുത്ത് ഞാൻ പറയും നീ നാളെ ഇൻഡിവിജ്വലായിട്ട് കല്യാണം കഴിഞ്ഞ് ഇൻഡിവിജ്വലായിട്ട് നീ ചെയ്യണം എന്നേ പറഞ്ഞിരിക്കുന്നത്. നീ വീട് വേറെ വെക്കണം, വീട് മാറണം. ഒരു മോനാണെങ്കിലും നമ്മൾ അവനെ നമ്മുടെ കീഴിലല്ല നിർത്തേണ്ടത്, അവൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വളരണം. കാരണം എന്നാലും അവൻ വളർന്നു എന്ന് പറയാൻ പറ്റുള്ളൂ. ഒരാളുടെ കീഴിൽ നമ്മൾ വളർച്ച അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് വളരാൻ പറ്റും. അപ്പം ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോൾ എനിക്ക് ഇഷ്ടമുള്ള പോലെ ഡ്രൈവ് ചെയ്യും. അപ്പോൾ അങ്ങനെ എനിക്കത് വേണമെന്ന് തോന്നുമ്പോൾ ഞാൻ എൻ്റെ ഒരു 24-25 വയസ്സൊക്കെ ആയപ്പോൾ തന്നെ സ്വന്തം ബിസിനസ്സിനെ പറ്റി ആലോചിച്ചു തുടങ്ങി. അതെൻ്റെ കസ്റ്റമേഴ്സ് എന്ന ധൈര്യം കൂടെ ഉണ്ടോ, പ്രവീൺ തുടങ്ങിക്കോ. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് ഗോകുലം, അന്നും ഗോപാലൻ സാർ എൻ്റെ കസ്റ്റമറാണ്. സാറ് പറഞ്ഞു നമ്മുടെ ഹോട്ടൽ വരികയല്ലേ ഇവിടെ. അപ്പം സാറ് പറഞ്ഞു നമ്മുടെ ഹോട്ടലുണ്ടല്ലോ, നമ്മുടെ ഹോട്ടൽ അന്ന് ഇവിടെ പണി തുടങ്ങുന്ന സമയത്ത് പറഞ്ഞു അവിടെ തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ ഒരു സ്പേസ് ഉണ്ട്, നീ എടുത്തോന്ന് പറഞ്ഞു. ഓക്കെ, അപ്പം നമ്മൾ അവിടെ വന്നു. അന്ന് വളരെ കുറച്ച് വിഷമോ ബുദ്ധിമുട്ടോ അല്ല, ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ആദ്യത്തെ 3 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ടെൻഷൻ എടുക്കേണ്ട, ഞാൻ ബിസിനസ്സിൽ സക്സസ് ആയി. ബിക്കോസ് എൻ്റെ എല്ലാ കസ്റ്റമേഴ്സും എന്നെ അന്വേഷിച്ചോടെ വരാൻ തുടങ്ങി. സോ ആ ബിസിനസ് അപ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത്, അവിടെയാണ് ഞാൻ ഇമ്പോർട്ടൻസ് വേണ്ടത്. ഞാൻ ഒരു സ്ഥലത്ത് ജോലി ചെയ്ത സ്ഥലത്ത് ഞാൻ എങ്ങനെയാണോ അവിടെ ജോലി ചെയ്തത്, അവിടെ നമ്മൾ കൊടുത്തൊരു കോൺഫിഡൻസും ആ കസ്റ്റമറും അത് എൻ്റെ ബിസിനസ്സിൽ വന്നപ്പോൾ ഇന്ന് പലരും ശ്രദ്ധിക്കാത്തതാണ്. ഞാൻ എന്തിനാ അയാൾക്ക് വേണ്ടി ഉണ്ടാക്കണം, ഞാൻ എന്തിനാ ബോസിന് വേണ്ടി ചെയ്യുന്നത് എന്നെല്ലാവരും ചിന്തിക്കും. പക്ഷെ ഞാൻ എനിക്ക് വേണ്ടിയും കൂടെയാണ് അന്ന് അവിടെ ചെയ്തതെന്നുള്ളത് മനസ്സിലാവുന്ന എപ്പോഴാണ്, ഞാൻ ഈ സ്ഥാപനം തുടങ്ങി 3-ാമത്തെ മാസം എൻ്റെ കടയിൽ പ്രോഫിറ്റ് ആയപ്പോഴാണ്. മനസ്സിലായി. ആ പ്രോഫിറ്റിൽ നിന്ന് ആദ്യത്തെ 1-2 വർഷം, ഒരു വർഷത്തിനുള്ളിൽ തന്നെ 2-3 ബ്രാഞ്ചുകൾ ഉണ്ടാക്കി. അത് ഇപ്പം നിലവിലില്ല, ഞാൻ പല കാരണങ്ങളും. ആ ബ്രാൻഡിൽ വന്ന് ആ സലൂൺ തുടങ്ങി. എൻ്റെ ആഗ്രഹം വീണ്ടും നിൽക്കണം അവിടെ. എന്താണ്, മെഡിസിൻസ് തുടങ്ങണം, ഒരു ഫാക്ടറി തുടങ്ങണം, അതിന് പ്രൊഡക്ട്സ് വേണം, അവിടെ ഡോക്ടേഴ്സ് വേണം, കെമിസ്ട്രി വേണം, ഇവർക്ക് ശമ്പളം കൊടുക്കണം, പല കാര്യങ്ങളുണ്ട്. പക്ഷെ ബ്രാൻഡ് ഇല്ല, ബ്രാൻഡ് ഉണ്ടാക്കണം. ആ ബ്രാൻഡ് ഉണ്ടാക്കാൻ വേണ്ടി വീണ്ടും എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നത് എൻ്റെ ക്ലയൻസാണ്. അവർ പൈസ തന്നിട്ടല്ല, പക്ഷേ എൻ്റെ സർവീസ് ഇഷ്ടപ്പെടുന്ന എൻ്റെ ക്ലയൻസ് എന്നെ സപ്പോർട്ട് ചെയ്തു. പ്രവീൺ നീ തുടങ്ങുക, ഞങ്ങൾ മേടിക്കൂലേ. പക്ഷെ അങ്ങനെ തുടങ്ങി നമ്മളതെല്ലാം കുറേ സ്ട്രെയിൻ എടുത്ത് എല്ലാം വന്നപ്പോഴും മേടിക്കുന്ന ആൾക്കാരുടെ എണ്ണം കുറവായിരുന്നു. ഒരു 10% ആൾക്കാർ അത് ബിലീവ് ചെയ്തുള്ളൂ. ബാക്കിയുള്ളവർക്ക് അതൊരു വിശ്വാസമല്ല. കാരണം അവർ യൂസ് ചെയ്യുന്ന സാധനത്തിൽ നിന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാറാൻ തോന്നില്ല. ഇപ്പം നിങ്ങൾ രാവിലെ ഇരിക്കുന്ന പേസ്റ്റോ സോപ്പോ സാധനങ്ങൾ തീർച്ചയായിട്ടും ഞാൻ മാറത്തില്ല. ആര് പറഞ്ഞാലും അതെ, ആ മാറ്റത്തിന് ഒരു 3-4 വർഷം എടുത്തപ്പം അതിന് ഒരു 2010 ഒരു ഓണറി ഡോക്ടറേറ്റ് കിട്ടി. പിന്നെ ആയുർവേദ സിദ്ധ യുനാനി മരുന്നുകളാണ് ഇതെല്ലാം ഒന്നും. ഇതെല്ലാം ബ്യൂട്ടി പ്രൊഡക്ട്സ് കൂടാതെ സ്കിൻ ആൻഡ് ഹെയർ, അതിൻ്റെ അകത്ത് എക്സിമ, ഡ്രൈ സ്കിന്ന്, സോറിയാസിസ്, ഡാൻഡ്രഫ്, ഹെയർ ഫോൾ, ഈ പലതിനും ഷാമ്പു ചെയ്യുന്നു, കണ്ടീഷണർ പലതും ചെയ്യുന്നു. പക്ഷേ ആരും തൃപ്തരല്ല. ബിക്കോസ് കിട്ടുന്ന അവൈലബിൾ ആയിട്ട് കിട്ടുന്ന പ്രൊഡക്ട്സ് ഒന്നും നമുക്ക് റിസൾട്ട് ഓറിയൻറ്റഡ് അല്ല എന്ന് എനിക്ക് കൂടെ മനസ്സിലാവുന്നവിടെയാണ് ഈ ബിസിനസ്സിൻ്റെ സാധ്യത നമ്മൾ കണ്ടെത്തുന്നത്. ആ സാധ്യത കണ്ടെത്തുകയും ഓരോ സാധനം ഉണ്ടാക്കി ഓരോ കസ്റ്റമേഴ്സിന് കൊടുക്കുമ്പോഴും അവർ വീണ്ടും സപ്പോർട്ട് ചെയ്തു, പ്രവീണ ഇത് കൊള്ളാം. അപ്പോൾ മറ്റ് ബ്രാൻഡിനെക്കാളും PVR ഒലിക്കുന്ന ഒരു ഗുണമെന്ന് വെച്ചാൽ ആയിരക്കണക്കിന് ആളുകൾ എൻ്റെ ക്ലയൻസായിട്ട് എൻ്റെ സ്റ്റൈല് ചെയ്യാനും മറ്റുള്ളതിനും വരുന്ന ക്ലയൻസിന് ഇത് കൊടുക്കുമ്പോൾ ഈ ആയിരക്കണക്കിന് അഭിപ്രായങ്ങൾ, ഇപ്പം നിങ്ങൾ വീട്ടിലൊരു കുക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഉപ്പിച്ചിരി കൂടുതലാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇടാൻ പറ്റും. അവൻ കഴിച്ചിട്ട് പോയാൽ നിങ്ങൾക്ക് അതറിയില്ല. അങ്ങനെ ജെനുവിനായിട്ടുള്ള അഭിപ്രായങ്ങൾ വന്നപ്പോൾ അതിൽ കുറച്ച് പ്രൊഡക്റ്റുകൾ നമ്മൾ റിസർച്ച് ചെയ്ത് കാശ് പോയാലും പോട്ടെ എന്ന് പറഞ്ഞിട്ട് കളഞ്ഞ സാധനങ്ങളും ഉണ്ട്. ഇപ്പോൾ ഏറ്റവും ചൂസ് ചെയ്യേണ്ടത് കംപ്ലീറ്റ് സ്കിൻ ആൻഡ് ഹെയർ ബോഡി കെയർ എന്ന് പറയുന്ന സാധനത്തിൽ കംപ്ലീറ്റ് സൊല്യൂഷനിലേക്ക് നമ്മളെത്തി. അത് 100% സക്സസ്സിൽ പോകുന്നു. 100-ൽ 99.99% റെഗുലർ ക്ലയൻസ് ആണുള്ളത്. അത് നമുക്ക് അവകാശപ്പെടാൻ പറ്റും. ഇപ്പൊ യു ഗോട്ട് ഒരു ബഞ്ച് ഓഫ് എന്താ പറയാ, നിങ്ങളെ വിശ്വസിക്കുന്ന PVR ഒലിയെ എന്ന ബ്രാൻഡിനെ വിശ്വസിക്കുന്ന ഒരു സെറ്റ് ഓഫ് ക്ലയൻസ് ഉണ്ട്. അവര് സ്ഥിരമായി അത് തന്നെ ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ ഈ പറഞ്ഞ മാതിരി ബ്യൂട്ടി ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ, നേരത്തെ സാറ് പറഞ്ഞതുപോലെ ഇതിൽ വർക്ക് ചെയ്ത് മാത്രം എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ പ്രോഡക്ട്സ് ഉണ്ടാക്കുമ്പോൾ അതിൽ റിസ്ക് ഉണ്ട്. കാണുന്ന ഇപ്പൊ ഞാൻ ഒരു പേഴ്സൺ, ഞാൻ ഇൻഡിവിജ്വൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഞാൻ കാണുന്ന പുള്ളി എന്തുദ്ദേശിച്ച, പുള്ളിക്ക് ഇതിനെക്കുറിച്ച് വല്ലതും അറിയോ എന്നൊരു തോട്ട് വരും, എല്ലാവർക്കും വരും. അതിനെ എങ്ങനെയാ ക്ലിയർ ചെയ്തത്? കാരണം ആ ഒരു തോട്ട് എല്ലാവരുടെയും തലയിൽ ഉണ്ടാവുമല്ലോ. തീർച്ചയായും അതിനെ ഞാൻ ക്ലിയർ ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, ആദ്യം എനിക്ക് എന്നെ വിശ്വാസം വേണം. ഞാൻ എന്നെ വിശ്വസിക്കുന്നു, ഞാൻ കൊടുക്കുന്ന കസ്റ്റമേഴ്സ് ഇതുവരെ എന്നെ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് എനിക്ക് കണ്ണുകെട്ടി പുളി കൊട്ടാൻ പറ്റിയത്. എനിക്ക് ആ ഗോഡ് അങ്ങനെ ഒരു ഗിഫ്റ്റ് തന്നിരിക്കുന്നത് എന്തുകൊണ്ടായിരിക്കാം? ഞാൻ അതിനത്ര ഇഷ്ടപ്പെടുമെന്ന് സ്നേഹിക്കുന്നതുകൊണ്ടാണ്, അല്ലാതെ എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതാണ്. അപ്പം ഞാൻ ഇഷ്ടപ്പെടുന്ന എൻ്റെ ക്ലയൻസിന് ഞാൻ കൊടുക്കുമ്പോൾ അവർ നാളെ എൻ്റെ ക്ലയൻസാണ്, അവർ നാളെ വന്നില്ലെങ്കിലോ അവരിത് ഉപയോഗിച്ചില്ലെങ്കിലോ PVR ഒലി ഇല്ല. അപ്പോൾ ആ കോൺഫിഡൻസ് എനിക്ക് കിട്ടുന്നത് ഈ പ്രൊഡക്റ്റിൻ്റെ റിസർച്ചിലൂടെയും അതിൽ കൂടി ഉണ്ടാക്കിയെടുത്ത സാധനങ്ങളിലും മാത്രമല്ല.
അവർക്കത് കൊടുക്കുമ്പോൾ റിസൾട്ടുള്ളതായിരിക്കണം. അപ്പോൾ ഞാനിത് പഠിക്കണം. ഞാൻ ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നും നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യൻ വലിയൊരു ചിഹ്നമായിട്ടിരിക്കുകയാണ്. ഹു ആർ യു എന്ന് പറയുന്നത്. PVR ഒലി എന്ന് പറയുന്നത് പ്രവീൺ. ഹു ആർ യു? നിനക്കെങ്ങനെ ആയുർവേദ മെഡിസിൻ, നിനക്കെങ്ങനെ കോസ്മെറ്റിക്സ്, നീ എങ്ങനെ ബ്യൂട്ടി പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്നു, നീ എങ്ങനെ ഈ പറഞ്ഞ ചികിത്സകൾ ചെയ്യുന്ന പോലെയുള്ള എക്സിമയ്ക്കും സോറിയാസിനും ഡാൻഡ്രഫിനും പ്രവീൺ പറയുന്ന കണ്ടീഷൻ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇത് ഒത്തിരി തവണ ഞാൻ തന്നെ പല ഇന്റർവ്യൂകളിലും ആരോഗ്യ മാസികളിലും പലതിൽ എഴുതിയിട്ടുള്ളതാണെങ്കിൽ പോലും അപ്പോഴും നമുക്ക് സപ്പോർട്ടീവായിട്ട് നമുക്കൊന്നും പേഴ്സണലി എടുത്ത് പറയാനില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ റിസർച്ച് ചെയ്യുമ്പോൾ ഞാൻ ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു സാധനം നമുക്ക് കിട്ടുമ്പോൾ ഞാൻ പറഞ്ഞു തങ്കഭസ്മം ഉണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ എവിടുന്ന് അത് പഠിക്കുകയാണ്. എവിടുന്ന് കിട്ടും, അത് മെഡിസിൻ ആണോ, അത് ഇതിൽ യൂസ് ചെയ്യാമോ. അതിനുശേഷം ഇത് എത്രയോ അപ്രൂവൽ കഴിഞ്ഞ് ഗവൺമെൻറ് സീൽ ചെയ്ത് ലൈസൻസ് സീൽ ചെയ്ത് ടെസ്റ്റും കഴിഞ്ഞിട്ട് ഗവൺമെൻറ് ലൈസൻസ് ആയുർവേദ മെഡിസിൻ എന്ന് പറഞ്ഞിട്ട് സീൽ ചെയ്ത് സൈൻ ചെയ്ത് തന്ന ശേഷമേ നമുക്കിത് വിൽക്കാൻ പറ്റുള്ളൂ. അതെ, ഞാൻ ഉണ്ടാക്കിയ സാധനം നല്ലതെന്നുകൊണ്ട് കുറഞ്ഞ കൊണ്ട് മാർക്കറ്റിൽ വിൽക്കൽ നടക്കില്ല. ഒരു ലൈസൻസ്ഡ് പ്രോഡക്റ്റ് ആണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ ലൈസൻസ്ഡ് പ്രോഡക്റ്റ് എങ്ങനെ എടുത്തു? വീണ്ടും ക്വസ്റ്റ്യൻ അവിടെ വന്നു. അതിന്റെ ഒരു ഫോർമുലേഷൻ എങ്ങനെയാണ്? ഇപ്പൊ സാർ പറയുന്നത് ഇപ്പൊ എക്സിമയ്ക്ക് വേണ്ടി സാർ അല്ലെങ്കിൽ സ്കിൻ കണ്ടീഷൻ ഇതുപോലത്തെ ഡ്രൈനെസ്, എക്സിമ പോലെയുള്ള സ്കിൻ കണ്ടീഷൻസിന് സാർ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുകയാണ്. അങ്ങനെ ഉണ്ടാക്കാൻ സാർ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നത്തെ ഒരു പ്രോസസ് എങ്ങനെയാണ്? ഇത് ലൈസൻസ്ഡ് പ്രോഡക്റ്റ് ആയി പുറത്ത് വരുന്നതിന് തൊട്ട് മുന്നേ വരെയുള്ള ഒരു പ്രോസസ്. തൊട്ട് മുമ്പുള്ള പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഒരു നീഡ്, നിങ്ങളുടെ ഒരു ആവശ്യം നിങ്ങൾ എന്നോട് പറയണം. അത് പല തവണ പറയുന്നു, പല ആളുകൾ പറയുമ്പോൾ എൻ്റെ മൈൻഡ് മുഴുവൻ അതിലോട്ട് ഫോക്കസ് ചെയ്യണം. അവരങ്ങനെ പറഞ്ഞു. അപ്പോൾ എന്തുകൊണ്ട് അതിലൊരു പ്രോഡക്റ്റ് ഇല്ല. അപ്പോൾ അതിന് കൊടുക്കുന്ന പല മെഡിസിൻസ്, ഹോമിയോ, ഇംഗ്ലീഷ്, ആയുർവേദം പലതും ഈ പറയുന്ന ആളുകൾ കൊടുക്കുന്ന മെഡിസിൻസ് ഞാനെടുത്ത് പഠിക്കും. അതിൽ ഇൻഗ്രീഡിയൻസ് പഠിച്ചു. അപ്പോൾ ഈ ഇൻഗ്രീഡിയൻറ്റും ഈ മെഡിസിൻസ് എല്ലാം വെച്ചുണ്ടാക്കിയ ഒരു സാധനം ഇതുവരെ ആർക്കും ഗുണമായിട്ട് വന്നിട്ടില്ല. സോ ഹെയർ ഡ്രൈനസിന് നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഷാമ്പൂ, കണ്ടീഷണർ, ലിവോൺ, സിറം പലതും ചെയ്യുന്നു. ഇപ്പോൾ ഷാമ്പൂ, ആ ഷാമ്പൂ സ്മൂത്ത് ചെയ്തതിന് മുടിക്ക്, കളറിന്, ഇങ്ങനെ 100,000 കണക്കിന് നിങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കണം. പ്രോഡക്റ്റ് വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഹെയറിൻ്റെ ഡ്രൈനസ് മാറിയിട്ടില്ല. അതിനാണ് PVR ഒലി ഹെയർ പ്രൊട്ടക്ടർ. നിങ്ങളുടെ ഗ്യാരണ്ടി റിസൾട്ടാണ്. അപ്പം മുടിയുടെ ഇഴകളുടെ മുകളിൽ അല്ലെങ്കിൽ സ്കിൻ പീൽ ചെയ്ത് പോകുന്നതും ചൊറിച്ചിലുണ്ടാവുന്നു. എന്തുകൊണ്ട് പീൽ ചെയ്തു? എന്തുകൊണ്ട് മുടിയുടെ ഇഴകളുടെ മുകളിലുള്ള കോട്ടികൾ എറേസ് ചെയ്ത് അത് ഡ്രൈ ആയി? അതിനെ ലോക്ക് ചെയ്യുന്ന ഒരു മെഡിസിൻ ആയിരിക്കണം. അതിനെ എന്തൊക്കെ ലോക്ക് ചെയ്യാൻ നമ്മൾ അപ്പം വിക്കിപീഡിയ, നെറ്റ്, പല സംവിധാനം, പല ബുക്കുകളൊക്കെ റെഫർ ചെയ്യുന്ന സമയത്തോ ഇന്ന സാധനങ്ങൾ, അപ്പോൾ ഈ സാധനം മറ്റ് ക്രീമുകളിൽ ഉപയോഗിച്ചുണ്ടോ നോക്കുമ്പോൾ ഇല്ല. സോ നമ്മളിത് ഇടാം. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി വർഷങ്ങളുടെ പ്രയത്നം കൊണ്ടാണ് അത് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ ഇപ്പോൾ 3-in-1 ഹെർബൽ വാഷ്, അല്ലെങ്കിൽ 3-in-1 മെഡിസിൻ വാഷ്, അല്ലെങ്കിൽ 3-in-1 ഹെഡ് ആൻഡ് ഫേസ് ബോഡി വാഷ്, ഇങ്ങനെ പല പേരുകൾ ഞാൻ അതിനിട്ടെങ്കിലും അതിനെ അവസാനം ഫോർമുലേറ്റ് ചെയ്ത് കിട്ടുന്ന 4-5 വർഷത്തിന് ശേഷമാണ്. തുടക്കത്തിൽ നമുക്കത് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇത് നമ്മൾ കൊണ്ടുപോയി കൊടുക്കുന്ന 1000 കസ്റ്റമർ കൊടുത്താൽ, അല്ലെങ്കിൽ 5 പേർക്ക് കൊടുത്തു, അവരത് ഓക്കെ പറയുന്ന വരയ്ക്ക് ഞാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവർക്കത് റിസൾട്ട്. അപ്പോൾ ഞാൻ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നത്, 3-in-1 ഉണ്ടാക്കുന്നത്, എൻ്റെ തന്നെ സോപ്പിനെയും എൻ്റെ തന്നെ ഷാമ്പൂനെയും ഞാൻ തന്നെ കോമ്പറ്റീറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ അതിനെ ഓവർടേക്കുന്ന ഒരു റിസൾട്ട് ഉണ്ടാവണം. ആദ്യത്തെ കുട്ടി മോശമാവാനും പാടില്ല. മനസ്സിലായി? അവിടെ ഒരു റിസ്ക് ഉണ്ട്. അപ്പോൾ കസ്റ്റമേഴ്സ് ചോദിക്കണം ഇതിലേതാ നല്ലത്. അവിടെയും ക്വസ്റ്റ്യൻ ഇച്ചിരി സ്ട്രോങ് ആണ്. അപ്പോൾ ഇതിൽ നിന്ന് ഇതിലേക്ക് വരുമ്പോൾ ആ ഹെർബൽ വാഷ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മെഡിസിൻ 3-in-1 വാഷ്, അങ്ങനെ പല പേരിൽ നമ്മളത് പറയുന്നു. 3-in-1 വാഷ് എന്ന് പറയുന്നതിൻ്റെ അകത്തും ഇതുപോലെ കുങ്കുമവും ചന്ദനവും ഫ്ലെക്സീഡും സോപ്നട്ടും സിക്കാക്കായും ഒക്കെ ഇട്ട് തേങ്ങാപ്പാൽ ഉണ്ടാക്കിയെടുത്തൊരു സാധനമാണ്. നിങ്ങൾ കുളിക്കുന്നത് റിച്ചാണ്. നിങ്ങൾ കുങ്കുമപ്പൂവിലും ചന്ദനത്തിലാണ് തലയും മുഖവും ബോഡിയൊക്കെ കുളിച്ചിറങ്ങുന്നത്. അതും വേറെ ആർക്കാ പറയാൻ പറ്റും? പറ്റത്തില്ല. ഈ റിച്ച് ആയിട്ടുള്ള ഈ സാധനമായിട്ട് കുളിച്ച് വന്നാൽ നിങ്ങൾ എന്താ തേക്കുന്നത്? സ്വർണ്ണ ഭസ്മം എടുത്ത് മുഖത്ത് തേക്കുക. മനസ്സിലായോ? അപ്പം നിങ്ങളെ ഒരു സാധാരണ ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റവും ഹൈ അല്ലെങ്കിൽ ഏറ്റവും നല്ല സാധനം ഉപയോഗിക്കുകയാണ്. പ്രീമിയം പ്രോഡക്റ്റ്സ് ഇല്ല. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന അങ്ങനെ പ്രീമിയം ആയിരിക്കണം. അത് റിസൾട്ട് ഓറിയൻറ്റഡ് എടുക്കണം. സൈഡ് എഫക്ട്സ് ഉണ്ടാകാൻ പാടില്ല. പിന്നെ ഇതിൻ്റെ അകത്ത് വേറെയും ടഫ് ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ഈ പറയുന്ന റിസൾട്ട് ആണെങ്കിൽ 4 മാസം 5 മാസം എത്തും. പക്ഷേ പലരും ഒരു 0.1% ഞാൻ പറഞ്ഞു നേരത്തെ, 99.99 ഇട്ടല്ലേ 0.1% എന്നറിയോ? ഇത് ഞാൻ പലതും ഉപയോഗിച്ചു, ഞാനിത് ഉപയോഗിച്ച് നോക്കി. കുറച്ച് ദിവസം നിൽക്കുമ്പോൾ കൺസൾട്ടേഷനൊന്നും അവർക്ക് പ്രോപ്പറായിട്ട് ചെയ്യില്ല. പിന്നെ അവർ പ്രൊഡക്റ്റ് വിൽക്കാനല്ലേ പറയുന്നത്. ഞാൻ എൻ്റെ പ്രൊഡക്റ്റ് വിൽക്കാൻ തന്നെ പറയുള്ളൂ. ഞാൻ മോശമെന്ന് ഞാൻ പറയൂ? ഒരിക്കലും പറയത്തില്ല. പക്ഷെ നമ്മൾ അതിൻ്റെ അകത്തൊരു ഒരു പറയുന്നുണ്ട്, നമ്മൾ വേർഡിലായിട്ടുള്ള ഒരു ഗ്യാരണ്ടി നമ്മൾ പറയുന്നത്, നിങ്ങളിത് കൺസൾട്ട് ചെയ്ത് ചെയ്താൽ നിങ്ങൾക്ക് ഇന്ന റിസൾട്ട് കിട്ടുമെന്ന് പറയുമ്പോൾ ആ കസ്റ്റമർ അത് തീർച്ചയായും കൺസൾട്ട് ചെയ്തിരിക്കണം. എങ്കിലേ ബ്രാൻഡ് വളരുള്ളൂ. ഉപയോഗിച്ചിട്ട് കാര്യമില്ല. കോണ്ടാക്ട് വേണം. അവർക്ക് അത് റിസൾട്ട് കിട്ടുന്നുണ്ടോ, അവർക്ക് കിട്ടുന്നില്ലേ, അത് പ്രോപ്പർട്ടി 4-5 മാസം പോകണം. എന്നാലേ അതിൻ്റെ ഒരു ഗുണം കാണുള്ളൂ.
മനസ്സിലായി. സ്കിപ്പ് ചെയ്ത് പോയി കിട്ടത്തില്ല. ഓ, അല്ലാണ്ട് ഇപ്പൊ സാറ് പറയുന്നത് കേട്ടിട്ട് ഒരു പ്രോഡക്റ്റ് വാങ്ങി കുറച്ച് ദിവസം ഉപയോഗിച്ചിട്ട് ഗുണമില്ല എന്ന് പറഞ്ഞാൽ മാറ്റി വെച്ച് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ അങ്ങനെ പറഞ്ഞാൽ ബ്രാൻഡ് വളരത്തില്ല. എപ്പോഴും ഒരു ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ഈ 18 years അല്ലെങ്കിൽ 20 years എന്ന് പറയുന്ന ആ പേര് നമുക്ക് കിട്ടുമ്പോൾ, ഇന്ന് ഞാൻ അഡ്വർടൈസ്മെന്റ് ചെയ്തിട്ടില്ല പ്രോഡക്റ്റ്. ഇന്നും പ്രവീൺ ഹെയർ സ്റ്റൈലിസ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്. PVR OLY മെഡിസിൻസ് മാനുഫാക്ചർ ഓണർ എന്നുള്ളത് എവിടെയും ലേബലിൽ വരുന്നില്ല. ഇപ്പോഴും നമ്മൾ സംസാരിച്ച് വന്നപ്പോഴും സിനിമയിൽ നിന്നും ഹെയർ സ്റ്റൈലിൽ നിന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഈ പറഞ്ഞ പോലെ ഒരു ബ്രാൻഡ് ഇല്ലാത്തൊരു ബ്രാൻഡിനെ ഉണ്ടാക്കി എടുക്കുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമില്ല. അതും ഒരു നെറ്റ്വർക്കും ഇല്ലാതെ ഇത്രയും ആയിരക്കണക്കിന് ആളുകൾ ഉപയോഗിക്കും. പിന്നെ ഇത് ഓൾ ഓവർ വേൾഡിൽ ഈ പ്രോഡക്റ്റ് കൊറിയറും പോകുന്നുണ്ട്, ലോകം മുഴുവൻ പോകുന്നുണ്ട്. അപ്പോൾ അവിടെ എല്ലാ ക്ലൈമറ്റ് കണ്ടീഷനിലും ഇത് എഫക്റ്റീവാണ്. -ഡിഗ്രിയിലും വർക്ക് ചെയ്യും, +ലും വർക്ക് ചെയ്യും. പക്ഷേ അതിനെല്ലാം പ്രോപ്പർ കൺസൾട്ടേഷൻ വേണം. പിന്നെ അമാനുഷികമായിട്ടൊന്നും ചെയ്യാൻ ഒരാളെ വെളുപ്പിക്കാനൊന്നും പറ്റത്തില്ല. മുടിയില്ലാത്ത ആൾക്ക് മുടി വരുത്താനും പറ്റില്ല. എക്സിസ്റ്റന്റ് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുകൊണ്ട് അവരുടെ ന്യൂനതകൾ പരിഹരിച്ച് അതിനെ പൂർവാധികം എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതിനെ സൊല്യൂഷൻ റെഡ്യൂസ് ചെയ്ത് ഒരു 30 വയസ്സ് എന്നുള്ള ഒരാളെ നമുക്കൊരു 25ലേക്കും 50ലേക്ക് എത്തുമ്പോൾ നമുക്കൊരു 40ലേക്ക് 40 അങ്ങനെ അതൊരു 5-6 വയസ്സ് നമ്മൾ ആ ഒരു പ്രസന്റബിളാണ്. ഇപ്പോൾ എൻ്റെ അടുത്ത് എല്ലാവരും ചോദിക്കും, പ്രവീൺ ഡൈ അടിക്കാറില്ല എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഡൈ അടിക്കാറില്ല, കാരണം മുടി നരച്ചിട്ടില്ല. അപ്പം എൻ്റെ ഏജിൽ ഡൈ അടിക്കാത്ത ആളുകളില്ല, വളരെ കുറവാണ്. ഓക്കെ, അപ്പം ഞാൻ ആദ്യം നോക്കുന്നത് വെച്ചാൽ ഇത് പ്രിവെൻഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ നോക്കുമ്പോൾ നമ്മളിതെല്ലാം റെഗുലർ യൂസ് ചെയ്യുന്ന ഒരാൾക്ക് പ്രശ്നമില്ല. പണ്ട് കാലങ്ങൾക്ക് ആർക്കും ഇപ്പോൾ ഞാൻ പറയുന്നത് ഇത്രയും ബ്യൂട്ടി കോസ്മെറ്റിക്സും ഇത്രയും സാധനങ്ങളും നമ്മൾ രാവിലെ ഇറങ്ങുമ്പോൾ സൺസ്ക്രീൻ ഇടുന്നു, നമ്മൾ ഇതിരുന്നു, ഇതെല്ലാം പണ്ട് കാലങ്ങളിൽ ഒരു 15 വർഷം മുമ്പ് 20 വർഷം മുമ്പ് ഉണ്ടായിരുന്നു ഇല്ല. അപ്പോൾ ഇതെല്ലാം ഒരു മാർക്കറ്റിൽ ഒരു വിപണിയായിട്ട് വളർന്നു വന്നപ്പോൾ ആളുകൾ അതിലേക്ക് വിശ്വസിച്ച് ഓടിപ്പോകുന്നുണ്ട്. പക്ഷേ അതൊന്നും ബ്രാൻഡായിട്ട് നിലനിന്ന് പോകുന്നില്ല. എന്തുകൊണ്ട്? അവർക്ക് അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള റിസൾട്ട് കിട്ടാതെ നമ്മൾ പുതിയ ബ്രാൻഡിലേക്കാണ് പോകുന്നത്. അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ഇപ്പോൾ എൻ്റെ പ്രോഡക്റ്റ് പറയുന്ന പോലെ 19 വർഷം 20 വർഷമായിട്ട് എൻ്റെ പ്രോഡക്റ്റ് മാത്രം യൂസ് ചെയ്യുന്ന ആയിരക്കണക്കിന് കസ്റ്റമേഴ്സ് ഉണ്ടെന്ന് എനിക്ക് അവകാശപ്പെടാൻ പറ്റും. എനിക്ക് അത്രയും കസ്റ്റമേഴ്സിൻ്റെ അഡ്രസ്സ് തരാൻ പറ്റും. അത്രയും കസ്റ്റമറുടെ അഡ്രസ്സും അത്രയും കസ്റ്റമറുടെ കോൺടാക്ട്സും അത്രയും കസ്റ്റമറുടെ നമ്പേഴ്സും എനിക്ക് തന്നാൽ നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാൻ പറ്റും. അതൊരു ബ്രാൻഡിന് പറയണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്തുകൊണ്ട്? അവർ നമ്മൾ കസ്റ്റമർ കൺസൾട്ടേഷൻ എന്ന് പറയുന്നത് ഒരു ബ്രാൻഡ് വളരണമെങ്കിൽ കസ്റ്റമർ കൺസൾട്ടേഷനും കസ്റ്റമർ ഹാപ്പി ആയിരിക്കണം. അപ്പോൾ അതിന് ഈ പറഞ്ഞ പോലെ കുങ്കുമപ്പൂവും ചന്ദനവും ഭസ്മമൊക്കെ അങ്ങ് വാരി അങ്ങ് അതിലേക്ക് ഇടണം. അവർക്ക് കൊടുക്കുന്ന പ്രീമിയം പ്രോഡക്റ്റിൽ പ്രീമിയം ഇൻഗ്രീഡിയൻസും വേണം. ഓക്കെ, ഇപ്പൊ സാറ് പറഞ്ഞ പോലെ കുറേ പ്രോഡക്ട്സ് ഉണ്ട്. സാറ് തന്നെ ഇതിൽ പറഞ്ഞതിൻ്റെ ഇടയിൽ കുറേ പ്രോഡക്ട്സ് പറഞ്ഞു. ഇപ്പോൾ PVR OLY എന്ന ബ്രാൻഡ് ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്ന, അതായത് സ്കിൻ ആൻഡ് ഹെയർ കെയർ റുട്ടീനിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരാൾ മസ്റ്റായിട്ട് സാറിൻ്റെ അടുത്തുനിന്ന് മേടിച്ച് ട്രൈ ചെയ്ത് നോക്കേണ്ട കുറച്ച് പ്രോഡക്ട്സ്, ഒരു 5 പ്രോഡക്ട്സ് പറയുകയാണെങ്കിൽ ഏതൊക്കെയാണ് പറയാം? 5 പ്രോഡക്ട്സ് പറയുകയാണെങ്കിൽ നമുക്ക് ഒന്ന് ഹെയർ കിറ്റ്, അതൊരു 3 പ്രോഡക്റ്റാണ്. അത് കിറ്റായിട്ടേ പറയാൻ പറ്റുള്ളൂ. ഹെയർ കെയർ കിറ്റ്. ഓക്കെ, അത് നമ്മൾ ഓൾറെഡി നമ്മുടെ ബുക്സിലും നമ്മുടെ PVR OLY കയറി കാണാൻ പറ്റും. ദെൻ 3-in-1 വാഷ്, ഫേസ് ഹെഡ് ബോഡി എല്ലാം കൂടെ. എല്ലാത്തിനും കൂടെ ഒരു വാഷ് മതിയോ? അതും എല്ലാത്തിനും കൂടെ ഒരു വാഷാണെങ്കിലും അതിൻ്റെ അകത്തും കുങ്കുമപ്പൂവും ചന്ദനമൊക്കെ ചേർന്ന സാധനമാണ്. അത് റിച്ച്. നിങ്ങൾ കുളിച്ച് വരുമ്പോൾ കുങ്കുമപ്പൂവും ചന്ദനത്തിലും തേങ്ങാപ്പാലിൽ കുളിച്ചിറങ്ങുക. നമുക്ക് ഡെയിലി റൊട്ടീൻ. അപ്പം അത് കഴിഞ്ഞ് നിങ്ങൾ വരുന്നു, നിങ്ങൾക്ക് സ്വർണ്ണ ഭസ്മ ക്രീം ഇട്ട് നിങ്ങൾ പുറത്ത് പോകുന്നു. സ്വർണ്ണ ഭസ്മം, തങ്കഭസ്മം ക്രീം, അതാണ് 3ാമത്തെ പ്രോഡക്റ്റ്. പിന്നെ സാഫ്രൺ ക്രീം. ഓക്കെ, പിന്നെ ഇതിൽ ഹെയർ കെയർ കിറ്റിൽ പറഞ്ഞ അത് എടുത്ത് പറയേണ്ട ഒരു കാര്യം വെച്ചാൽ ഹെയറിൻ്റെ ഡ്രൈനെസ് ട്രീറ്റിംഗ് മെഡിസിനാണ്. നിങ്ങളുടെ മുടിയിലെ ഡ്രൈനെസ് എത്ര ഡാമേജ് ഡ്രൈ ആണെങ്കിൽ നിങ്ങൾ കെമിക്കൽ ട്രീറ്റ് എന്ത് ചെയ്താലും അത് മാറാനുള്ളതാണ് ഹെയർ പ്രൊട്ടക്റ്റർ ഡ്രൈനെസ് ക്രീം. അത് പറയുന്ന പ്രകാരം ചെയ്താൽ അത് റിസൾട്ടായി. പിന്നെ ബാക്കി 5ാമത്തേന്ന് പറയാൻ ഇതിൻ്റെ ബാക്കി എല്ലാവരും ഇതിൻ്റെ അകത്തുള്ള ഈ 5 വിരൽ പോലെ 5ാമത്തെ വിരൽ ഇങ്ങനെ ഇല്ലെങ്കിലും പ്രശ്നമാണെന്ന് പറഞ്ഞ പോലെ ഈ 4നെയും സപ്പോർട്ട് ചെയ്യുന്ന ഈ 5ാമത്തെ വിരലാണ്. ആ വിരൽ മൊത്തത്തിൽ ഇതിന്റെ കൺസൾട്ടേഷനിലൂടെ അവർക്ക് കൊടുക്കുന്ന ഡെയിലി റൊട്ടീനിൽ കൊടുക്കുന്ന മറ്റ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ്. അതിൽ ആ എക്സ്ക്ലൂസീവിലെ സപ്പോർട്ട് ചെയ്യുന്നത് അതിന്റെ ഈ വിരലാണ്. അതാണ് കൺസൾട്ടേഷൻ വേണമെന്ന് പറയുന്നത്. അപ്പോൾ അവർ ഏത് ഷാമ്പു യൂസ് ചെയ്യണം, ഏത് ടോണർ യൂസ് ചെയ്യണോ, മോയ്സ്ചർ ഓയിൽ യൂസ് ചെയ്യണോ, മോയ്സ്ചർ ക്രീം വേണോ, സോപ്പ് വേണോ, എന്ത് വേണം, ഹാൻഡ് വാഷ് വേണം, എന്ത് വേണം എന്നുള്ളത് ആഫ്റ്റർ കൺസൾട്ടേഷനാണ്. അപ്പോൾ ഈ എല്ലാ പ്രോഡക്റ്റും ഒരാൾ ഉപയോഗിക്കണ്ട. പക്ഷേ ബേസിക് ആയിട്ടുള്ള ഈ 4 സംഭവം വന്നാൽ 5ാമത്തത് വേണോ വേണ്ടേ എന്നുള്ള കൺസൾട്ടേഷനാണ്. അല്ല നമ്മുടെ രാവിലെ എണീറ്റ ഉടനെ ചിലവർ പറയും ഞാൻ രാവിലെ ഫൗണ്ടേഷൻ, മേക്കപ്പ്, സൺസ്ക്രീൻ, മോയ്സ്ചറൈസർ, ടോണിങ്, മോയ്സ്ചറൈസിങ്, നൈറ്റ് ക്രീം, സെറം, പിന്നെ നൈറ്റ് കോൾഡ് ക്രീം, സൺ പ്രൊട്ടക്ഷൻ, അത് കഴിഞ്ഞ് അണ്ടർ ഐ ക്രീം, ലിപ് പ്രൊട്ടക്ഷൻ, ഇതൊന്നും വേണ്ട.
ഇതിലുള്ള 4 ബേസ് എടുത്തിട്ട് അതിൻ്റെ ഏജൻസിനെ നിങ്ങൾ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ നിങ്ങളൊരു കിറ്റ് എന്ന് പറയുന്നത് വലിയ കിറ്റല്ല, ചെറിയൊരു കിറ്റായിരിക്കും. ആ ചെറിയ കിറ്റിൽ നിങ്ങൾക്ക് വേണ്ട കംപ്ലീറ്റ് സൊല്യൂഷനായി. നിങ്ങൾക്ക് ഡ്രൈനസ് വന്നാലും ഡാൻഡ്രഫ് വന്നാലും ഇച്ചിങ് വന്നാലും ഫംഗൽ വന്നാലും ബോഡി ഇൻഫെക്ഷൻ ആണെങ്കിലും സെൻസിറ്റീവ് ഏരിയസ് ആണെങ്കിലും ഏത് ഏരിയ ആണെങ്കിലും നിങ്ങൾ ഓരോന്നിനും ഇപ്പോൾ ഓരോ വാഷാണ്. ഫേസിന് ഫേസ് വാഷ്, ഷാംപൂ, സോപ്പ്, ബോഡി വാഷ്, ഹൈജീൻ വാഷ്, എത്ര വാഷായി? സത്യം. അപ്പോൾ ഇതൊന്നും ആവശ്യമില്ല. ഇതെല്ലാം കൂടെ നിങ്ങൾ ട്രാവൽ ചെയ്യുമ്പോൾ മിനിമം പ്രോഡക്ട്സ് പ്രീമിയം ക്വാളിറ്റി എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ ഉപയോഗപ്രദമായ റിസൾട്ട് ഓറിയന്റഡ് പ്രൊഡക്ട്സ് ആണ്. ഈ റിസൾട്ട് ഓറിയന്റഡ് പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് എൻ്റെ കസ്റ്റമേഴ്സിന്റെ അനുഭവം വെച്ചാൽ ഞാൻ പറയുന്നത്. അവരിത് റിസൾട്ട് ഇല്ലാന്ന് പറഞ്ഞാലേ ഞാൻ തിരുത്തി പറയേണ്ട ആവശ്യമുള്ളൂ. പക്ഷേ റിസൾട്ട് ഇല്ലാന്ന് പറയുന്ന ആ 0.1% പെടുന്നവരാണ്. വീണ്ടും ഞാൻ അവരോട് പറയാറുണ്ട്, നിങ്ങൾക്ക് റിസൾട്ട് ഇല്ലെങ്കിൽ നിങ്ങൾ കൺസൾട്ട് ചെയ്യൂ. പക്ഷെ അവർ പറയുന്നത് അതിന് താല്പര്യപ്പെടുന്നില്ല. അപ്പൊ നമുക്ക് അത് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. മനസ്സിലായി. പ്രീമിയം പ്രോഡക്ട്സ് എന്ന് പറയുന്നത് പോലെ പ്രീമിയം ക്ലയൻസ് ആണ്. അതായത് സാറിന്റെ ഈ 30 വർഷത്തെ എക്സ്പീരിയൻസിൽ മധു സാറ് മുതൽ സോമൻ സാറ് മുതൽ പ്രണവ് മോഹൻലാൽ വരെയുള്ള സെലിബ്രിറ്റി ക്ലയൻസ് ഉൾപ്പെടെ സാറിന്റെ ക്ലയൻസ് ആണ്. അത് ഹെയർ സ്റ്റൈലിങ്ങിനാണെങ്കിലും അല്ലെങ്കിലും. അപ്പൊ ഈ ആദ്യത്തെ സെലിബ്രിറ്റി ക്ലയന്റ് ആരായിരുന്നു? ആദ്യത്തെ സെലിബ്രിറ്റി ക്ലയന്റ് എന്ന് പറയുന്നത് എനിക്ക് അങ്ങനെ ചോദിച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം എല്ലാവരും ഞാൻ കാണുന്നതൊക്കെ ഒരുമിച്ചാണ് ഞാൻ നേരത്തെ ജോലി ചെയ്തവിടെ വെച്ച്. അപ്പോൾ അതിൻ്റെ അകത്ത് മെയിനായിട്ട് എന്നെ ഇഷ്ടമുള്ള സെലിബ്രിറ്റികൾ ആദ്യത്തെ എന്ന് പറഞ്ഞാൽ രതീഷ് ചേട്ടൻ, സോമൻ ചേട്ടൻ, പിന്നെ രഘുവരൻ, പിന്നെ നമ്മുടെ വിക്രോക്ക് വന്നിട്ടുണ്ടെങ്കിലും അത്ര ഒരു ഇതല്ല. അതിനുശേഷം പിന്നെ മമ്മൂക്കയിലേക്കും ലാലേട്ടൻ അങ്ങനെ ആ ഒരു കാറ്റഗറിയിൽ അങ്ങനെ വന്ന് പിന്നെ ദിലീപേട്ടൻ, സുരേഷ് ഏട്ടൻ, അങ്ങനെ പിന്നെ എല്ലാവരിലേക്കും എത്തി. നിവിൻ, ജയസൂര്യ, അങ്ങനെ അത് ഒട്ടുമിക്ക ഞാൻ ഇപ്പോൾ പേരെടുത്ത് പറയാൻ പറ്റാത്തതുകൊണ്ടാണ്. അപ്പോൾ ഒട്ടുമിക്ക ആളുകളിലേക്ക് ഞാൻ എത്തിയെങ്കിലും എനിക്കതിൽ ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നത് ഇപ്പോഴും മമ്മൂക്കയാണ്. കാരണം ഒരു 22-23 വർഷം മമ്മൂക്ക വേറെ ആരും മൂടി തൊടിയിപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ലല്ലോ. അതുപോലെ തന്നെ ഇപ്പോൾ ഡയറക്ടേഴ്സിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ജോർജ് സാറാണ്. കഴിഞ്ഞ ഒരു 29 years ആയിട്ട് ഞാനല്ലാതെ പുള്ളിയുടെ തലയിൽ വേറെ ആരും തൊട്ടിട്ടില്ല. അയ്യോ, മമ്മൂക്കയുടെ തലയിലെ പല സ്റ്റൈലുകളും താങ്കൾ ആണ് ഇതിന്റെ ആള്. പലതും കൂടെ അല്ല, മിക്കവാറും എല്ലാത്തിലും പച്ചക്കുതിരയും തിളക്കും, വിഷ്ണു, രസികനും, ചിന്താമണി, അങ്ങനെ ഈ മലയാളം മൂവിയിൽ ഒട്ടുമിക്ക ഹെയർ സ്റ്റൈലിനെയും പുറകിൽ നമ്മുടെ ചെറിയൊരു കൈയുണ്ട്. ബാക്കി കുറച്ച് മേക്കപ്പ്മാർ ചെയ്യുന്നു. ഓക്കെ. അപ്പോൾ ഇവരെ അതായത് നമ്മളെ ഒന്ന് രൂപപ്പെടുത്തി ഒരു ഫ്രെയിം ഉണ്ടാക്കിയാലും അതിൻ്റെ അകത്തെല്ലാം ചെയ്യുമ്പോൾ നമ്മളൊരു ഫ്രെയിം കുറേ കാര്യങ്ങൾ ഇപ്പോൾ ക്രോണിക് ബാച്ചിൽ ചെയ്തപ്പോൾ, കിങ് ചെയ്തപ്പോഴും പച്ചക്കുതിരയൊക്കെ ഒരു വെറൈറ്റി ഉണ്ടായിരുന്നു എല്ലാത്തിലും. ഗുലുമാലിൽ പിന്നെ നമ്മുടെ ജയസൂര്യയുടെ JCB പോലെ അങ്ങനെ മാന്തിയ സ്റ്റൈൽ, അങ്ങനെ കുറേ സ്റ്റൈലുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൽ കുറേ നമുക്ക് അതുപോലെ കളറിങ് ആണെങ്കിലും ഫസ്റ്റ് കളറിങ് ഇൻട്രൊഡക്ഷൻ ചെയ്യുന്നത് ഞാനാണ്. അതിന് ESPN ചാനൽ വേൾഡ് ടോപ്പ് 10 ഒരു അവാർഡിൽ കളറിങ്ങിൻ്റെ ചെയ്തിട്ടുണ്ട്. ശ്രീശാന്തിന് ചെയ്തൊരു സ്റ്റൈലായിരുന്നു ഹെയർ കളറിങ് ചെയ്തത്. അപ്പോൾ അതും പറയുന്ന പോലെ ചാനലുകളിലൊക്കെ പല ഇൻ്റർവ്യൂകൾ വരുമ്പോഴും നമ്മളിത്, അതായത് ഞാനത് ബിസിനസ്സിനേക്കാളും ഉപരി എനിക്കതൊരു പാഷനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്തെങ്കിലുമൊക്കെ പുതുമയുള്ള കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ചെയ്യും. അപ്പോൾ ഇന്നെല്ലാം ചെയ്തു. എനിക്ക് 10 രൂപ കിട്ടുകയാണെങ്കിൽ ഞാനത് കളഞ്ഞിട്ട് വേറൊരു പണിക്ക് പോകും. എന്നുവെച്ചാൽ എനിക്ക് അത് ചെയ്യാൻ താല്പര്യമാണ്. അതാണ് ഈ പ്രൊഡക്റ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത്. വെച്ചാൽ നമ്മൾ ഓരോന്നിലേക്കും പോകുമ്പോൾ ഓരോന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കണം. അപ്പം ഒരു സെലിബ്രിറ്റിയെ നമ്മൾ പരിചയപ്പെടുന്നു എന്ന് പറയുമ്പോൾ ആ കാലഘട്ടത്തിൽ 30 വർഷം മുമ്പ് ഞാൻ അവരെ പരിചയപ്പെടുന്നു. അന്ന് തൊട്ട് ഇന്ന് വരെ എനിക്കത് മെമ്മറിയിൽ, എൻ്റെ മെമ്മറിയിലുണ്ട്. പിന്നെ അവർക്ക് എല്ലാവർക്കും എന്നെ അറിയാം. അവരുടെ കൂടെ താങ്കളുണ്ട് ഇപ്പോഴും അല്ലേ? അവരുടെ വർക്കിന്റെ കുറേ പേര് വിട്ടിട്ട് പോയിട്ടുണ്ടാവാം, ഒക്കെ ഉണ്ടാവും. എങ്കിലും അവരൊരു മെമ്മറിയിൽ അവരെ തല നോക്കുമ്പോൾ ഞാനുണ്ട്, ഗ്ലാസ് നോക്കുമ്പോൾ ഇത് പണ്ട് ഇന്നാൾ ചെയ്തു എന്ന് പറയാനുള്ള ഒരു മെമ്മറി ഉണ്ട്. മനസ്സിലായി. 22 years of PVR only. അത്ര സിമ്പിൾ അല്ല. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഹെയർ ആൻഡ് സ്കിൻ കെയർ എന്ന് പറയുന്നത് അത്രയും കോമ്പറ്റീഷൻ ഉള്ളൊരു സ്ഥലമാണ്. ഫ്യൂച്ചർ പ്ലാൻസ് എന്തൊക്കെയാണ്? ഫ്യൂച്ചർ പ്ലാൻസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണോ ഞാൻ വളർന്നത് അത് തുടർന്നും ചെയ്തുകൊണ്ടിരുന്നാൽ ഈ വളർച്ച നിൽക്കില്ല, ഇത് വീണ്ടും വളരും. അപ്പോൾ അതിനു വേണ്ടി ഞാൻ വീണ്ടും വർക്ക് ചെയ്യണം. പറ്റുമെങ്കിൽ 24 മണിക്കൂർ ഉറങ്ങാതെ വർക്ക് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം. അപ്പോൾ ആ വർക്ക് ചെയ്തുണ്ടാക്കിയ സാധനമാണ് ഇത്. ആരും റിജക്റ്റ് ചെയ്യാൻ പാടില്ല. അതിനുവേണ്ട ക്വാളിറ്റി എന്നെ കൊണ്ട് കൊടുക്കാൻ പറ്റണം. ഇതുവരെ കൊടുക്കാൻ പറ്റിയെങ്കിൽ ഇനി കുറച്ചുകൂടെ ബെറ്റർ. നാളെ ഇപ്പോൾ തങ്കഭസ്മത്തിൽ കൂടുതൽ വരണമെന്നുണ്ടെങ്കിൽ അതും കൂടെ ചെയ്യണം. കാരണം റിസർച്ച് നിൽക്കുന്നില്ല, ലൈഫ് സ്റ്റൈലുകൾ മാറുകയാണ്. നാളെ എന്താണെന്ന് നമുക്കറിയില്ല. അപ്പോൾ നാളേക്ക് വേണ്ടി നമ്മൾ ഇന്ന് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കണം. ഈ വർക്കൗട്ട് ചെയ്തുണ്ടാക്കി എല്ലാ സാധനവും ഞാൻ കൊടുക്കാൻ പോകുന്ന എൻ്റെ ഒരേ ഒരു മോനാണ്. അവനിപ്പം 20th year പവറിൽ അവൻ പാർട്ട്ണറാക്കിയിരിക്കുകയാണ്. അവൻ്റെ മാരേജാണ്. പാർട്ട്ണറാക്കിയ ശേഷം അവന് ഇൻഡിവിജ്വലായിട്ടൊരു സ്പേസിൽ ഈ പ്രൊഡക്റ്റ് ഞാൻ കൊടുക്കുമ്പോൾ കംപ്ലയിൻസ് ഇല്ലാത്തതും റിസൾട്ട് ഓറിയൻറ്റഡ് ആയിരിക്കണമെന്ന് എൻ്റെ മോന് ഞാനൊരു സാധനം കൊടുക്കുമ്പോൾ അതുണ്ടാക്കുക. ഇത് തന്നെ എൻ്റെ മോന് അത് ഉണ്ടാകണം. അതെൻ്റെ ഫ്യൂച്ചർ പ്ലാന്. രണ്ടാമത് കൂടുതൽ റിസർച്ചിലൂടെ എൻ്റെ പ്രൊഡക്റ്റിനെ തന്നെ ഞാൻ കോമ്പറ്റീറ്റ് ചെയ്യണം.
വേറെ ആളെ ഞാൻ കോമ്പറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. കൂടുതൽ പ്രോബ്ലം എൻ്റെ പ്രൊഡക്റ്റിൽ അതെ എൻ്റെ പ്രൊഡക്റ്റിനെ തന്നെ ഞാൻ കോമ്പറ്റ് ചെയ്ത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഷാമ്പും സോപ്പിനും ഉള്ളപ്പോൾ ഒരു 3-in-1 കൊണ്ടുവന്നു. 3-in-1 മെഡിസിൻ വാഷ് വന്നു. എനിക്ക് ഷാമ്പും സോപ്പും ഉണ്ട്, എനിക്കത് രണ്ടും കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ 3-in-1 കൊണ്ടുവന്നു. അപ്പോൾ ആ ഷാമ്പൂനെയും സോപ്പിനെയും ഞാൻ ഓവർടേക്ക് ചെയ്തു. അപ്പോൾ ഞാൻ എന്നെ തന്നെ ഓവർടേക്ക് ചെയ്ത് പോകണം. അതാണ് എൻ്റെ ഫ്യൂച്ചർ പ്ലാൻ. അങ്ങനെ ഓവർടേക്ക് ചെയ്യാൻ പറ്റും തോറും കസ്റ്റമേഴ്സിൻ്റെ എണ്ണം ഗ്രാജുവലി കൂടും. ഓരോ ഇൻഡിവിജ്വൽ കസ്റ്റമറെയും കൺസൾട്ട് ചെയ്യാൻ എന്നെ കൊണ്ട് സാധിക്കണം. ഓരോ ഇൻഡിവിജ്വൽ കസ്റ്റമേഴ്സിന് റിസൾട്ട് ഉണ്ടാവണം. വീണ്ടും എനിക്ക് വർക്ക് ചെയ്യാനുള്ള പ്രോത്സാഹനം മുകളിലുള്ള ആരും എനിക്ക് തരണം. അപ്പോൾ സാർ പറഞ്ഞതുപോലെ നമ്മുടെ ചുറ്റുമുള്ള ലൈഫ് സ്റ്റൈൽ റിലേറ്റഡ് ആയിട്ട് ഹെയറിനും സ്കിന്നിനും ഒക്കെ വരുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ ഇനിയും പുതിയ സൊല്യൂഷൻസ് ഉണ്ടാക്കാൻ ഓൾറെഡി നമ്മൾ സൊല്യൂഷൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. എക്സ്ട്രാ കുറച്ച് ആളുകൾ കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ട്. ഇപ്പം ഞാൻ പറഞ്ഞു 4 ബാക്കി ബേസിക് പറഞ്ഞു. ഇനി ഇത് മിനിമൈസ് ചെയ്ത് ഒറ്റ സ്റ്റെപ്പിലെല്ലാം തീരണം. വെറുതെ അത് എടുക്കണോ ഇത് എടുക്കണോ അങ്ങനെയല്ല. ഒറ്റ സ്റ്റെപ്പിൽ പി വി ആർ ഒലി ഉപയോഗിച്ചാൽ മതി, വേറെ ഒന്നും വേണ്ട. 7 സ്റ്റെപ്പ് സ്കിൻ കെയർ റൂട്ടീൻ ഒക്കെ മാറി ഒരൊറ്റ PVR ഓയിലിയുടെ ഒരൊറ്റ പ്രോഡക്റ്റ് എല്ലാ സൊല്യൂഷനും കിട്ടട്ടെ. കാരണം നമുക്ക് ആവശ്യമാണല്ലോ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്, താങ്ക് യു സോ മച്ച്.